നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് നമുക്ക് വീഡിയോയിലെ വിഷയം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വിഷയം ഓണം വരാണ്. അപ്പൊ ഈ ഓണത്തിന് മുന്നോടിയായിട്ട്, കാരണം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അവര് ആകെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായിട്ട് ജീവിച്ചു പോവും. ഒരിക്കലും അവർ ജീവിതത്തിൽ നീരുന്നില്ല, എന്നും ഡൗൺ ആയിട്ടേ പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, ജീവിത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കും, നിരന്തര പ്രാർത്ഥന നടത്തുന്നുണ്ടായിരിക്കാം, വളരെയധികം ശ്രമിക്കുന്നുണ്ടായിരിക്കാം അവർ ജീവിതത്തിൽ പച്ച പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ വീട്ടുകാരും മക്കൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും നേർന്നിട്ടും പലതും ചെയ്തിട്ടും ജീവിതത്തിൽ കര പിടിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളെല്ലാവരും ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പറയുന്നുണ്ട്, ഓരോ നക്ഷത്രക്കാർക്കും ഇന്ന ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഫലം ലഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ നക്ഷത്രം വരുമ്പോൾ ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി അവർ ജീവിക്കുന്നുണ്ടാവാം. അപ്പോ എന്നിട്ടും അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാറില്ല. അപ്പൊ അവരെന്നെ ചിലപ്പോ മടുത്തു പോകും. കാരണം ഇങ്ങനെ വീഡിയോ കണ്ടിട്ട്, പല വീഡിയോയും കണ്ടിട്ട് ഇങ്ങനെ എന്നും പറയുന്നു കോടീശ്വരയാകും, ലക്ഷപ്രഭു ആകും, കോടീശ്വരനാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പല വീഡിയോകളിലും. പക്ഷെ ഇവർക്ക് ഇതൊന്നും അനുഭവത്തിൽ വരുന്നില്ല. പക്ഷെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഇത് പൊതുഫലം പറയുകയാണ്. അപ്പൊ ഉടനെ അത് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്നും നിരന്തരം കഷ്ടപ്പാടും ദുരിതങ്ങളും ആണെങ്കിൽ, എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റം വരുന്നില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കാണുക. അദ്ദേഹത്തെ കൊണ്ട് ജാതകമുണ്ടെങ്കിൽ ഒന്ന് പരിശോധിപ്പിക്കുക. ഇനി ജാതകമില്ലാത്തവർ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ജനിച്ച സമയം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഓർമ്മ ഉണ്ടായാൽ മതി. ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒന്ന് ജാതകം ഒന്ന് ഗണിച്ചെടുക്കുക. എന്നിട്ട് ആ ജാതകം നോക്കിയതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നും ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത്, നിങ്ങളുടെ ജീവിതം ഒരു വിജയത്തിലേക്ക് വരാത്തത്, എന്നും ബാക്കോട്ട് വലിച്ചു പോകുന്നു, മുന്നോട്ടില്ല. അങ്ങനെ നമുക്ക് പ്രായം കൂടി വരികയാണ്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ട് എപ്പോഴും വീഡിയോയിൽ, ഭാഗ്യമുണ്ട്. 70 വയസ്സും 80 വയസ്സും ആയിട്ട് ഭാഗ്യം ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? നമ്മൾ പോവാൻ സമയമായി, പിന്നെ എന്ത് ഭാഗ്യം? പിന്നെ പോവാനുള്ള ഭാഗ്യം നോക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പൊ ആ സമയത്ത് നമ്മളെ ഭാഗ്യം കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് ഒരു 20 വയസ്സ് മുതൽ അങ്ങോട്ട് ഒരു 50 വയസ്സ് 60 വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടണം. അപ്പൊ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുള്ളൂ, സന്തോഷവും സുഖമൊക്കെ അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതം ഒരു മനുഷ്യജന്മം ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാവാറുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം അങ്ങനെ ജീവിതം ഉണ്ട് എന്നൊക്കെ നമ്മൾ സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ, ആരും കണ്ടവരില്ല. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജന്മം മാത്രമേ നമുക്ക് അനുഭവത്തിൽ വരികയുള്ളൂ. അപ്പോ ഈ ഒരു ജന്മം നമുക്ക് ദൈവം തന്നത് സന്തോഷത്തോടെ ജീവിക്കാനാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ ജീവിക്കുക. അതിനെന്തൊക്കെയാണ് വേണ്ടത്? മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത, മറ്റുള്ളവരുടെ മുതലുകൾ എടുക്കാതെ സ്വന്തമായി അധ്വാനിച്ച്, അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ അതാത് ആൾക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്ത് അവരുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുക. അത് നമുക്ക് അർഹതപ്പെട്ടത്, നമുക്ക് ഈ ഭൂമിയിൽ അർഹതപ്പെട്ടത് കിട്ടാൻ ഉണ്ട്. ആ കിട്ടാനുള്ളത് പല തടസ്സങ്ങളും വന്ന് കിടക്കുന്നുണ്ടാവാം. അപ്പൊ ആ തടസ്സമാണ് നമ്മൾ നീക്കേണ്ടത്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി വരട്ടെ എന്ന ആഗ്രഹം നമുക്കുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കും സന്തോഷമാവുകയുള്ളൂ. ഈ പല ചാനലും നിങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാവാം.
എന്ത് ഇതിലിങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പ്രഭു അതും കോടീശ്വരനാവും. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു അനുഭവവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് പരാജയം ജീവിതത്തിൽ ഉണ്ടാവാം. ആ പരാജയം എന്താണോ അതിന് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് തക്കതായ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്ന് ഉറപ്പ് തന്നെയാണ്. ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞെങ്കിൽ പോലും ഈ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് ഇന്നത്തെ വിഷയം ഈ ഓണത്തിന് മുന്നേ ജീവിതം സാമ്പത്തികമായി മാനസികമായും മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും 5 നക്ഷത്രക്കാർക്ക്. ആ 5 നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണെന്നും അവരാരൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോ ചില നക്ഷത്രക്കാരുണ്ട് എന്നും ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഒരു മേൽക്കൈ ഇല്ല. അതിൽ പറയുന്ന ചില നക്ഷത്രക്കാരാണ് എന്നും അവർക്ക് 60%, 100-ൽ 60% ഇവരുടെ ജീവിതം പരാജയമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടാ. എന്തായാലും ഇവിടെ എല്ലാ മാസവും കറുത്ത വാവിന് അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോ ഇതിൽ ആദ്യത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാര് ഈ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ മുൻപേ തന്നെ സാമ്പത്തികമായി ഉയരാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തിക മെച്ചമുണ്ടാവും. ഈ ഓണത്തിന് മുന്നേ അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും. ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടാവും. കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ആൾക്കാരാണ് രേവതി നക്ഷത്രക്കാര്. കാരണം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ 60% ആൾക്കാരും പരാജയമായിരിക്കും ജീവിതത്തിൽ. രേവതി നക്ഷത്രക്കാര് 60% പരാജയപ്പെട്ടവരായിരിക്കും ജീവിതത്തിൽ. 40% ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചു വരുള്ളൂ എന്നുള്ളത് സത്യമായ കാര്യമാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം ഈ ഓണത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഓണത്തിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ സമയം മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ലോട്ടറി, ചിട്ടി തുടങ്ങിയ മഹാഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബാങ്ക് ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. രേവതി നക്ഷത്രക്കാര് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ബാങ്ക് ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതേപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ആ ജോലി ഇവർക്ക് ലഭിക്കും. വിദേശത്തേക്ക് പോവാൻ ആദ്യമായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കും. അതുപോലെ തന്നെ ശമ്പളത്തിൽ വർധനവുണ്ടാവും. എങ്ങു നിന്നോ എന്ന് പറയുന്ന പോലെ എവിടെന്നെങ്കിലും നിന്ന് പൂർവിക സ്വത്താണെങ്കിൽ പോലും ഇവർക്കത് ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്നർത്ഥം. ഈ ഒരു ഓണത്തിന് മുന്നോടിയായിട്ട് ഇവർക്ക് നല്ലൊരു ഭാഗ്യം കാണുന്ന സമയമുണ്ട്. ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. രേവതി നക്ഷത്രക്കാർക്കാണ് ഈ അനുഭവം പറഞ്ഞത്. തുടർന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് പോവാം. അതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. ഇവര് നിരന്തരം ജീവിതത്തിൽ അത്തം നക്ഷത്രക്കാർ ദുഃഖം കൂടുതൽ അനുഭവിക്കുന്നവരായിരിക്കും. മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഇവരുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി 60% പരാജയമായിരിക്കും ജീവിതം. കാരണം ദുഃഖവും ദുരിതവും പേറിയ ഒരു ജീവിതമായിരിക്കും ഇവരുടെ. കാരണം ഇവർക്ക് അറിയാൻ കഴിയും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന്. കാരണം ദുഃഖവും ദുരിതവും ഒഴിഞ്ഞ സമയം ഇവരെ സംബന്ധിച്ച് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. 60%, 100-ൽ 60% ആൾക്കാർക്കും ജീവിത പരാജയം വന്നവരാണ് അത്ത നക്ഷത്രക്കാര്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരൂ. കാരണം ഇവർക്ക് ഇപ്രാവശ്യം ഓണത്തിന് മുന്നോടിയായിട്ട് ആവശ്യത്തിലധികം ധനം വന്നു ചേരും എന്ന് ഉറപ്പിക്കാം. കാരണം ആവശ്യത്തിലധികം വന്നു ചേരും. പുതിയ തൊഴിൽ കണ്ടെത്തും. തൊഴിലില്ലാത്തവർ പുതിയ തൊഴിൽ കണ്ടെത്തും. പുതിയ ബിസിനസ്സിന് ഉള്ള സാഹചര്യം ഇവർക്ക് ഒത്തുചേരും. പലതരത്തിലും ബിസിനസ്സിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഈ ഓണത്തിന് മുന്നോടിയായിട്ട് ഇവർക്ക് ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. പുതിയ ബിസിനസ്സിന് തുടക്കം കുറിക്കും ഈ നക്ഷത്രക്കാര്, അത്ത നക്ഷത്രക്കാര്. അതുപോലെ തന്നെ ഇനി മുതൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം അനുഭവിക്കാനാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവരുടെ ജീവിതം ഒരു മാറ്റം തന്നെയായിരിക്കും. ഈ ഓണത്തിനോട് അടുപ്പിച്ചിട്ട് അത്ത നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ലൊരു പുരോഗതിയും മാറ്റവും ഉണ്ടാവും. സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. അത് തെല്ലും സംശയം വേണ്ട. അത്തം നക്ഷത്രക്കാരുടെ ജീവിതം ഈ ഓണത്തോട് കൂടിയിട്ട് മാറി മറയുമെന്ന് ഉറപ്പ് തന്നെയാണ്. ദുഃഖവും ദുരിതവും ഒഴിഞ്ഞ്
സമാധാനമായ ഒരു അന്തരീക്ഷം ഇവർക്കുണ്ട്. അടുത്തായിട്ട് പുണർന്ന നക്ഷത്രമാണ്. ഈ പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ജീവിതത്തിൽ ഒരു മനസ്സമാധാനം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരയ്ക്കും ഇവർക്കൊരു മനസ്സമാധാനം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. ഇനി മുതൽ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ധനപരമായിട്ട് നല്ലൊരു നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഈ ഓണത്തോട് ബന്ധപ്പെട്ട് ഇവർക്ക് നല്ല ധനവരവ് ഉണ്ടാവും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താനാകും. അതുപോലെ PSC പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്നവർക്ക് അതിൽ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു ഓണത്തോട് അതൊക്കെ ഇവരുടെ കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ശമ്പളത്തോട് കൂടിയിട്ട് തന്നെ ഇവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനും നല്ലൊരു വരുമാന മാർഗം കണ്ടെത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ബിസിനസ് പരമായിട്ടും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുണർന്ന നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്ന സമയമാണ് ഈ ഓണം ആവുന്നതോട് കൂടിയിട്ട്. ഇവരുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. എന്തായാലും ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് ഉത്ര നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. വളരെയധികം പ്രശ്നങ്ങളിൽ പെട്ടുവരുന്ന ആൾക്കാരായിരുന്നു. അതൊക്കെ മാറി ഒരു സൗഭാഗ്യം അപ്രതീക്ഷിതമായിട്ട് തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഓണത്തിന് മുന്നോടിയായിട്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് ഒരു ആശ്വാസം ലഭിക്കും. ഒരു 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവരുടെ ജീവിതത്തിൽ. പലർക്കും വേണ്ടിയിട്ട് ഇടപെട്ടിട്ടൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് സമാധാനം കിട്ടും, ഒരു ശാന്തത കിട്ടും, സ്വസ്ഥത ഉണ്ടാവും. എന്തായാലും ഈ ഓണം സന്തോഷത്തോട് കൂടിയിട്ട് ഇവർക്ക് ആഘോഷിക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോണ്, ചിട്ടി അങ്ങനെയൊക്കെ ശ്രമിച്ചവർക്ക് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടാനുള്ള സാഹചര്യം ഉറത്തു വന്ന സമയമാണ് ഇപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ലോണോ ചിട്ടിയോ ഒക്കെ ശരിയായി വരുന്ന സാഹചര്യം ഉണ്ടാവും ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. മാത്രമല്ല ഇവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാവുന്ന സമയമാണ്. പണം പ്രതീക്ഷിക്കാണ്ട കയ്യിൽ വരും. പക്ഷെ ചെലവ് ചെയ്യുന്നതിൽ നിന്ന് ശ്രദ്ധയോടെ കരുതലോട് കൂടിയിട്ട് ചെലവ് ചെയ്യുക. അനാവശ്യമായ പാഴ്ചെലവ് ഉണ്ടായാൽ നിങ്ങൾ സമ്പാദിക്കുന്നതിനപ്പുറം നിങ്ങളെ പണം നഷ്ടമാകാൻ സാധ്യത കൂടുതലാണ്. ഉത്തര നക്ഷത്രക്കാർക്കുള്ളതാണിത്. ശ്രദ്ധിച്ച് സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യുക. ധനം ധാരാളം വരും ഈ ഒരു മാസത്തോട് കൂടിയിട്ട്. പക്ഷെ അത് അതേപോലെ തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെലവാക്കുക. ഇല്ലെങ്കിൽ വന്ന പോലെ, അതായത് വെള്ളപ്പൊക്കം വന്ന പോലെ തന്നെ തിരിച്ചു പോവുന്നത് ആ സമ്പത്ത്. എന്തായാലും സമ്പത്ത് നിലനിൽക്കട്ടെ ഉത്തര നക്ഷത്രക്കാരെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രം നോക്കാം നമുക്ക്. അടുത്തതായിട്ട് പൂയം നക്ഷത്രമാണ്. ചിലപ്പോൾ ഇവർക്ക് ഈ ഓണത്തിന് മുന്നേ തന്നെ ധാരാളം പണം വന്നു ചേരാം. കാരണം ഒന്നില്ലെങ്കിൽ ഇവർക്ക് പൂർവിക സ്വത്ത് ലഭിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കാണ്ട വല്ല അലവൻസോ ബോണസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കാം ഇവർക്ക് സമ്പത്ത് ഈ ഓണത്തിന് മുന്നോടിയായിട്ട് വന്നു ചേരുന്നത്. കാരണം ഇവര് പോലും പൂയ നക്ഷത്രക്കാര് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ പണം കിട്ടുമോ എന്ന്. അവർ പോലും മറന്നു വെച്ച പണമായിരിക്കാം. അത് എങ്ങനെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിട്ടി, ലോട്ടറി തുടങ്ങിയ ഭാഗ്യവും ഇവരെ തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വലിയ പ്രൈസ് അല്ലെങ്കിൽ പോലും ചെറിയ പ്രൈസുകൾ പോലും ഇവർക്ക് തേടിയെത്താൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ആണ് കാണുന്നത്. അതായത് പൂയ നക്ഷത്രക്കാർക്ക് ഓണത്തിന് മുന്നോടി തന്നെ ആയിട്ട് എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുമെന്നാണ് പറയുന്നത്. എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത്. കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ. ഇവര് വളരെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, അപകടങ്ങൾ ഉണ്ടാവാം, ആയുസ്സിന് തന്നെ ദോഷം വരുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവരുടെ ജീവിതത്തിൽ. അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്ന് ഒരു ഫ്രീ ആവുന്ന ഒരു സമയമാണ്. എല്ലാ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും. വിനോദയാത്രയ്ക്ക് സാഹചര്യം ഉണ്ടാവും. ഓണത്തോടനുബന്ധിച്ച് വിനോദയാത്രയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. അതിനുള്ള പണം കണ്ടെത്തും. എല്ലാത്തിനും അവര് ആവശ്യത്തിലധികം പണം വന്നു ചേരുന്ന സമയമാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധയോട് കൂടിയിട്ട് പണം ചെലവാക്കുക. അതുപോലെ ദുരിതങ്ങളിൽ മോചനം ഉണ്ടാവും എന്ന് പറഞ്ഞു എല്ലാ ഉന്നത പരീക്ഷകൾ എഴുതുന്നവർക്ക് അത് വിജയിക്കാൻ സാധ്യത കൂടുതലാണ്.
വിദേശ യാത്രയ്ക്ക് പോയിക്കോളൂ, നല്ല സമയമാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച്. കാരണം നിങ്ങൾ പോകുമ്പോൾ നല്ലൊരു മുഹൂർത്തം കുറിപ്പിച്ച് പോകണം. നല്ലൊരു മുഹൂർത്ത സമയത്തായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. പല ദൂരയാത്രയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട്. വളരെയധികം വലിയ പങ്കാണ് മുഹൂർത്തത്തിനുള്ളത്. വളരെയധികം പ്രശ്നങ്ങൾ പോലും നല്ലൊരു മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് നല്ല ഒരു മുക്തി നേടാൻ കഴിയും. ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും പൂയ നക്ഷത്രക്കാർക്ക് ഈ ഓണം അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നാളും പേരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം.